അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ പിന്നെ 2-3 സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ നമ്മൾ മിനി പിസ്സ റെഡിയാക്കിയെടുക്കുന്നുണ്ട്. ബ്രെഡ് വെച്ചിട്ടാട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിനി പിസ്സ ആണ്. പിന്നെ നമ്മൾ ഇറാനിപ്പോള് റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടോ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് ഞാൻ വന്നപ്പോൾ നമ്മൾ പത്തിരിയും കറിയും എല്ലതും ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്ന ദിവസം ഇനി നേരത്തെ കിച്ചണിലേക്ക് വരണമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ. അപ്പോൾ പത്തിരിയും കറി അതുപോലെ തന്നെ നമ്മളെ സ്നാക്സിലേക്കുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അസറസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 4 മണി 4:10 ആയിക്കണം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ സ്നാക്സിലേക്കുള്ള പിന്നെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണല്ലേ അതന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറാനി പോളയിലേക്കുള്ള ഫില്ലിംഗ് ആട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ പിന്നെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. 2 വലിയ സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരുപാട് പൊടികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇടുന്നില്ല. പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അതൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റ് മസാലേൻ്റെ പൊടിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീറ്റ് മസാലേൻ്റെ പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫ്ലേവർ നല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണിലേറെ ഞാൻ മീറ്റ് മസാലേൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്ന് പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ സാധാ മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അതിലും ഉണ്ടാവുമല്ലോ അത്യാവശ്യം എരിവ്. അപ്പോൾ നമ്മൾ ഇതിലധികം മുളക് പൊടി അപ്പോൾ അതിൽ നമ്മൾ മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല അങ്ങനെ. അപ്പോൾ നമ്മളതൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം ഞാൻ മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറാനി പോളയിലേക്കുള്ള ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫില്ലിങ് ആണ് കേട്ടത്. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ഇട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ട കൂടി ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ബാറ്ററിന് അങ്ങനെ. പിന്നെ ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ. കുരുമുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മളെ മുട്ടയുടെ പച്ച സ്മെല്ലും ചവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാവൊന്ന് ബാറ്റർ ലൂസാക്കി എടുക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് കറക്റ്റായിട്ട് 1 കപ്പ് തന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പാല് എടുക്കട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലൂസ് നല്ല പിന്നെ കറക്റ്റായിരിക്കും കേട്ടോ. 1 കപ്പ് മൈദക്ക് 1 കപ്പ് പാല്. ഇനിയിപ്പോൾ ഞാൻ പിന്നെ സോസ് പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ 1 ലെയർ പിന്നെ നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ബാറ്റർ ഒന്ന് ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കട്ടോ. അടച്ച് വെച്ചതിന് ശേഷം ഫില്ലിങ് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. ഫില്ലിങ് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അരുവിലേക്കായി ഇട്ടുകൊടുക്കാതെ ഇങ്ങനെ പിന്നെ സെൻട്രലായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കട്ടോ. അപ്പോൾ ഫില്ലിങ് മുഴുവനായിട്ട് തന്നെ നിരത്തി കൊടുക്കുക. ഞാൻ പിന്നെ ഇത്തിരി ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മക്കൾക്ക് പിന്നെ പത്തിരി കൂട്ടി കഴിക്കണം എന്ന് പറയുമ്പോൾ ഇത്തിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്തിരി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടോളും. ബാക്കി ഫുള്ള് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബാറ്ററില്ലേ അതും കൂടെ പിന്നെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫില്ലിങ് കാണാത്ത രൂപത്തിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം ഞാനെടുത്ത നമ്മളെ സോസ് പാനിന് 1 കപ്പ് മൈദയും പാലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ചിക്കന് ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ മാത്രം അങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നുള്ളൂ. പിന്നെ ഞാൻ 2-3 ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഞാൻ 1 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കഷ്ണമാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഒരു നിർബന്ധമില്ല കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു ടേസ്റ്റിന് ഒരു ഭംഗിക്കുന്നുള്ളതിൽ വെച്ച് കൊടുക്കണുള്ളൂ. കോഴിമുട്ട വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമേ ഇല്ല അങ്ങനെ കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അതങ്ങനെ അവിടെ വേവട്ടെ. ആ ടൈം കൊണ്ട് ഞാൻ പറഞ്ഞില്ല മിനി പിസ്സ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം.
നിങ്ങളത് വേവിക്കുമ്പോൾ കണ്ടല്ലോ ഞാൻ ചെറിയ പിന്നെ താഴെ നമ്മളെ എന്താണ് സോസ്പാൻ്റെ താഴെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ലോ ഫ്ലെയിമിലിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഇത് വേവട്ടെ. അപ്പോൾ നമുക്ക് പിസകൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, സവോള, അതുപോലെ തന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ സോസ്, ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ ഒറിഗാനോ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രെഡ് നമ്മൾ എടുത്ത ബ്രെഡ് കുറച്ച് ചെറുതായിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ കറക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളെ ബ്രെഡിൻ്റെ അരുവില്ല അതിങ്ങനെ കയറി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഞാനിതാ ആദ്യമൊക്കെ ഒരു 5-6 പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് തോന്നിയത് 3-4 വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തുകൂടെ, എന്നാൽ എളുപ്പം പണി കഴിയുള്ളൂ എന്നുള്ളത്. അങ്ങനെ എളുപ്പം പണി കഴിയുന്നുണ്ട്. പക്ഷേ 1-2 അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ട് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എടുത്തു ഞാൻ നമ്മൾ പിസയിലേക്കുള്ള ബ്രെഡൊക്കെ പിന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിയ പാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് നെയ്യ് ഇങ്ങനെ ഇതുപോലെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ പാനിൽ ഇതുപോലെ ഞാൻ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ 6-7 എണ്ണൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡ് ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഒന്ന് എല്ലാത്തിനും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതുപോലെ ഞാൻ എല്ലാത്തിനും തേച്ചതിന് ശേഷം പിന്നെ ബ്രഷ് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിലേക്ക് പിസ്സ സോസായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാലും ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളി തന്നെയായിരുന്നു. നമ്മൾ പിന്നെ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചേർത്തുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അതിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇത് റെഡി ആക്കി എടുക്കുന്ന ആ ടൈമാണ് കേട്ടോ ഞാൻ ഫ്രീസറിൽ നിന്ന് ചീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് മുന്നേ എടുത്ത് വെക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ആയതൊക്കെ ഞാൻ അതുപോലെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ മേലേക്കും ഞാൻ അതുപോലെ മൊസറല്ല ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ സവാള വെച്ച് കൊടുക്കട്ടെ. എല്ലാത്തിലേക്കും ഇതുപോലെ സവാള കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കട്ടെ. നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫുള്ളാക്കി അങ്ങോട്ട് നറുക്ക് ചെയ്തിട്ട് നമ്മൾ ചെറിയ പിസ്സ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഇത്തിരി നമ്മൾ സവാള, ക്യാപ്സിക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഉണ്ടായിരുന്നു കേട്ടോ. അതും ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ പീസൊക്കെ റെഡി ആക്കുമ്പോൾ പിന്നെ ചിക്കന്, ബീഫ് അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ വെജിറ്റബിളൊക്കെ റെഡി ആക്കണമെങ്കിൽ ഇതൊന്ന് ചേർക്കാതെ റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിന് മേലേക്ക് ചിക്കൻ വെച്ചതിന് ശേഷം ഞാനിതാ പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ഞാൻ കുറേശ്ശെ എല്ലാത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒരുപാട് ആയി കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും. കുറേശ്ശെ ഇട്ടെടുത്താൽ മതി. അതിന് ശേഷം ഇതിപ്പോൾ ഒറിഗാനോ എല്ലാത്തിലൊന്നും ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടിഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ കേട്ടോ. അപ്പോൾ നമ്മളെ പിസ്സൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് കൊടുക്കുന്നത് ഒറിഗാനോ കേട്ടോ. അപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുറേശ്ശെ കൂടി മൊസറല്ല ചീസ് മേലെ ഇങ്ങനെ പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് മെൽറ്റായി വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസ് ഞാൻ കുറച്ച് മേലെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ അങ്ങനെ എടുത്ത് പാന് പിന്നെ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചൂടാക്കിയെടുക്കും. അപ്പോൾ ഈ ടൈമിൽ എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊക്കെ ചെയ്തു. പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനത് അപ്പം തന്നെ നമ്മൾ പാനിന് മാറ്റേണ്ടിണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതങ്ങനെ വെച്ചിട്ടോ. അങ്ങനെ വെച്ചിങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നു. അപ്പം നമ്മൾ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാർഡായി പോയിട്ടാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊന്നും കുഴപ്പമില്ല. എന്നാലും ബ്രെഡൊന്ന് ചെറുതായിട്ട് ഹാർഡായി പോയിട്ടാണ്. പിന്നെ അത് ആ ചൂടിൽ നമ്മൾ ആ പാനിൽ വെക്കേണ്ടില്ലായിരുന്നു, അപ്പം തന്നെ മാറ്റേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു.
അപ്പോൾ നിങ്ങളിതുപോലൊക്കെ റെഡിയാക്കുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കരുത് വെച്ചിട്ടായിട്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. എനിക്ക് പറ്റിയ അബദ്ധം അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ പിസ്സൊക്കെ റെഡിയാക്കിയ പാനില്ലേ അതിലേക്ക് നമ്മൾ ഇറാനി പോളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിട്ടിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റ് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പിന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പറക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അത് നോമ്പറക്കണ മുന്നേ തന്നെ പാത്രം കഴുകലും നമ്മൾ ക്ലീനാക്കൽ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകാൻ നിൽക്കലാം. അപ്പോൾ ഇത്രയൊക്കെ ഉൾട്ടെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മൾ വീഡിയോക്ക് ഒന്ന് ഇപ്പോൾ ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് നമ്മളെ വീഡിയോക്ക് ഇടട്ടോ. എന്തെങ്കിലും ഒരു സ്മൈലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ